ഞാൻ വിശ്വാസിയാണോ വിശ്വാസിയല്ലോ എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ ബോധ്യമാണ്. ഞാൻ കേവലം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായതിനു ശേഷം വിശ്വാസിയായ ആളല്ല. എൻ്റെ 3ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ മുതൽ ശബരിമലയിൽ പോയി തുടങ്ങിയ ആളാണ്. ഏതാണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാവുന്നതിന് മുമ്പ് തന്നെ ഈ 18 മല കയറിയാൽ ഗുരുസ്വാമി പട്ടം കിട്ടുന്ന സ്ഥിതിയാണല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാവുന്നതിന് മുമ്പ് തന്നെ 18 മലകൾ, എത്രയോ മലകൾ കയറിയ ആളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ വിശ്വാസം എൻ്റെ ബോധ്യമാണ്. പിന്നെ അന്ന് അറിയാതെ എങ്ങാനും, അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതല്ല, അറിയാതെ എങ്ങാനും ഒരു കൈ മുങ്ങി അതൊരു സ്ക്രീൻഷോട്ടായി പ്രചരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ പോലും എനിക്ക് വിഷമമുണ്ട്. കാരണം അത് കാണുമ്പോൾ പോലും എനിക്ക് വിഷമമുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിൽ കൂടി അങ്ങനെ ഇത് വരുമ്പോൾ എനിക്കത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ സന്യാസി വര്യന്മാർ ഒക്കെ തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മുദ്രാവാക്യം വിളിയിലൂടെ ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് നോക്കിയാൽ അറിയാം. ഒരുപാട്. മാത്രമല്ല, അന്ന് ഈ സ്ത്രീ പ്രവേശന സമയത്ത് ഈ സ്വാമിയെ ശരണമയ്യപ്പ അങ്ങനെ ശരണം വിളിച്ചുകൊണ്ടല്ലേ എന്തെല്ലാം പ്രതിഷേധ സംഘങ്ങൾ ഇവിടെ നടന്നത്. സ്വാമിയുടെ പേരിൽ ശരണം വിളിച്ചുകൊണ്ട് എന്തെല്ലാമാണ് റോഡിൽ നടന്നത്, തെരുവുകളിൽ നടന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചുകൊണ്ട് എന്നെ ട്രോൾ ചെയ്യുന്നത്. കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ട്രോൾ ചെയ്യുമ്പോൾ ഞാൻ അറിയാതെയാണ് ചെയ്തു പോയെങ്കിൽ പോലും അത് കാണുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. കാരണം ഞാൻ പൂർണ്ണമായും ഒരു വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ വിളിക്കുന്നത് ആരും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ഇതൊക്കെ മനഃപൂർവ്വമാണെങ്കിലല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. ഒരു മനഃപൂർവ്വമാണെങ്കിൽ നമുക്ക് വീണ്ടും ഓൺ ചെയ്യാമല്ലോ. ഇത് അറിയാതെയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, അറിയാതെയാണെങ്കിലും സംഭവിച്ചു പോയാൽ എനിക്ക് വിഷമമുണ്ട് സത്യത്തിൽ. പക്ഷേ ഇതൊക്കെ പറയുന്നതാരാ? ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സമരം നടന്നപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വൃത്തികെട്ട സമരങ്ങൾ, തെരുവിൽ കലാപങ്ങൾ ഉണ്ടാക്കിയവരും ഇത് തന്നെയല്ലേ, ഈ കാര്യങ്ങൾ തന്നെയല്ലേ ഈ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ ആ വിവാദത്തിൽ നിന്നും പോകുന്നില്ല. എനിക്ക് സ്വാഭാവികമായും അങ്ങനെ അറിയാതെയാണെങ്കിലും സംഭവിച്ചു പോയതിൽ ഒരു വിഷമം എനിക്കുണ്ട്. എന്തായാലും അരുതാത്തതായിപ്പോയി അവിടെ നടന്നത്. ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ നമുക്ക് പരസ്പരം പഴിചാരുകയും ഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു ആത്മീയ സമ്മേളനത്തിൽ അങ്ങനെ ആകാമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് അവരാണ്, ഈ പറഞ്ഞ ആളുകളാണ്. ഒരു ആത്മീയ സംഗമത്തിൽ ഒരിക്കലും ഒരു സ്വാമിയോ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ഉദ്ഘാടകനോ ഒന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അദ്ദേഹം അവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച വ്യക്തി 2 മുഖ്യമന്ത്രിമാരെ, ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകളെ എന്തൊരു അധിക്ഷേപമാണ് പറഞ്ഞത്. ആ വാക്കൊന്നും ഞാൻ പറയുന്നില്ല. അതിനുമപ്പുറം സ്വാമിയാണെങ്കിൽ ആ സ്വാമി പറഞ്ഞത് എന്തൊരു വാക്കാണ്. കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതി, സത്യത്തിൽ എത്രയോ മഹാന്മാരായ സാമൂഹിക പരിഷ്കർത്താക്കൾ അവരുടെ പ്രവൃത്തികളിലൂടെയും അവരുടെ വാക്കുകളിലൂടെയും ഉണ്ടാക്കി വെച്ചൊരു സാമൂഹിക വ്യവസ്ഥിതി, ഒരു മതമൈത്രിയുടെ വ്യവസ്ഥിതിയല്ലേ. അതിനെ തകർക്കുന്ന തരത്തിലല്ലേ ആ സ്വാമി സംസാരിച്ചത്. അവരാണ് വിലയിരുത്തേണ്ടത്. ഇങ്ങനെയൊരു സമ്മേളനത്തിൽ ഇങ്ങനെയൊക്കെ ആകാമോ, പറയാമോ എന്ന് വിലയിരുത്തേണ്ടതും ആത്മപരിശോധന നടത്തേണ്ടതും അവരാണ്.